കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഗെയിൻസ്റ്റ് FC ഗോവയാണ്. ഈ ഒരു മത്സരം FC ഗോവയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള മത്സരമാണ്. കാരണം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷീൽഡിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കും. പ്രത്യേകിച്ച് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഹൻ ബഗാൻ ഷീൽഡ് സ്വന്തമാക്കുന്ന നിലയിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ഒന്നുമില്ല. കാരണം ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ വേണമെങ്കിൽ നടത്താം. ഇനി സാധ്യതകളൊന്നുമില്ല. ഇനി സാധ്യതയുടെ കാൽക്കുലേറ്റർ ചകഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അത് ഞാൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സാധ്യത ഇല്ല, ഇനി ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റവരെല്ലാവരും തോറ്റ് നമ്മളെല്ലാം ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ഓഫിൽ കയറാത്ത എല്ലാ സീസണിലും ഇങ്ങനെ നോക്കി അവസാനം ഇടപെടലാകുന്ന സാധ്യത നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. സോ FC ഗോവ അല്ലെങ്കിൽ ഷീൽഡിലേക്ക് നിർണായകമാകുന്ന ഒരു മത്സരം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനൊരു ശ്രദ്ധാകേന്ദ്രം ആക്കാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്താം. പ്രത്യേകിച്ച് ഇനി ഈ സീസൺ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത സീസണിലേക്ക് നമ്മൾ ചില പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അവരെയൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നോക്കാം. പ്രീ സീസൺ കിട്ടാത്തൊക്കെ പല പ്ലേയേഴ്സുണ്ട്. ഇപ്പോൾ കമൽജിത്ത് ആണെങ്കിലും ഡ്യൂസൻ ആണെങ്കിലും ബികാഷ് ആണെങ്കിലും അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ. അപ്പം അതേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. പിന്നെ ഹോം ഇപ്പം പ്രത്യേകിച്ച് അവൈലബിൾ അല്ല. അപ്പോൾ ബികാഷ് കളിക്കുമോ എന്നുള്ളത് അറിയത്തില്ല ഫസ്റ്റ് 11. കാരണം അദ്ദേഹം ഇഞ്ചുറി ആയിട്ട് കളിക്കാതെ ഇരിക്കുമായിരുന്നല്ലോ ഇതുവരെ. അപ്പം പെട്ടെന്ന് വന്നിട്ടൊരു 11 ഒരു സ്ഥാനം പിടിക്കുമോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. അല്ലെ പിന്നെ 2 വിദേശി സെൻട്രൽ ബാക്സ് ആകാനാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗോവയെ സംബന്ധിച്ചിടത്തോളം ബോർഹ ഹെറേറ കളിക്കുന്നില്ല, കാരണം സസ്പെൻഷനാണ്. പിന്നെ ബ്രൈസണും കളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അദ്ദേഹത്തിന് കഴിഞ്ഞ മാച്ചിൽ ഒരു ഇഞ്ചുറിയൊക്കെ പറ്റിയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതാണ് ഗോവയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുന്ന സമയത്ത് FC ഗോവയുടെ ഒരു 4-2-3-1 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഋത്തിക് തിവാരി, സെൻട്രൽ ബാക്കിൽ ഒഡയോൺ ഇന്ത്യ ആൻഡ് സന്ദേശ് സിംഗൻ, റൈറ്റ് ബാക്കിൽ ബോറു സിംഗ്, ലെഫ്റ്റ് ബാക്കിൽ ജയ് ഗുപ്ത, മിഡ്ഫീൽഡിൽ ആയുഷ് ഛേത്രി ആൻഡ് കാൾ മക്യു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ റാച്ചിച്ച്, ലെഫ്റ്റ് വിംഗിൽ യാസിർ, റൈറ്റിൽ ഉദാന്ത സിംഗ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഇക്ക ഗൊറക്സനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 4-4-2 അല്ലെങ്കിൽ ഒരു 4-2-3-1 എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും കളിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പർ എന്ന നിലയിൽ കമൽജിത്ത് സിംഗ്, സെൻട്രൽ ബാക്സിൽ 2 വിദേശ താരങ്ങളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ, ഡ്യൂസൻ ആൻഡ് മിലോസ്. റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐബാൻ ദോഗ്ലി, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ്, ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഡാനിഷ് ആൻഡ് വിപിൻ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളായിരിക്കും എഡ്രിയാൻ ലൂണെ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ലെഫ്റ്റ് വിങ്ങിൽ അമാവിയ, റൈറ്റ് വിങ്ങിൽ കോറു സിംഗ്, സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് ഹിമിനസിനെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു മത്സരത്തിലൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ മികച്ച ഫോമിലാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോഴത്തേക്കും സാധ്യതകൾ അവർക്ക് കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഗോവയുടെ ഹോം മാച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയേണ്ടി വരും. പിന്നെ ഗോവ കുറച്ച് കോൺഫിഡൻ്റ് ആയിരിക്കും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് KBFCയുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയി അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ സാധിച്ചാൽ ചിലപ്പം ഒരു വിജയം കൊടുക്കാൻ അല്ലെങ്കിൽ നേടാൻ പറ്റും. സോ ഈ ഒരു വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമില്ലെങ്കിൽ ഒരു മരുഭൂമിയിലൊരു മഴ പെയ്യുന്ന പോലത്തെ ഒരു സുഖം, അത്ര തന്നെ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സനിയ.